ഒക്കെ വർദ്ധിപ്പിക്കും. നമുക്ക് 2.5 ലക്ഷം കോടിയാണ് തരാത്തത് കേന്ദ്ര ഗവൺമെന്റ്. എന്നിട്ടാണ് ഇതൊക്കെ ചെയ്തത്. ഇനി ഈ പണമെല്ലാം കിട്ടുന്നൊരവസ്ഥ വന്നാൽ എന്തായിരിക്കും കേരളത്തിന്റെ ഭാവി? വളരെ ഫലപ്രദമായിട്ട് നമ്മൾ ഒറ്റ കാലിൽ നിന്ന് മുമ്പോട്ടേക്ക് പോവുകയാണ്. കേന്ദ്ര ഗവൺമെന്റിനെ ആശ്രയിച്ചുകൊണ്ട് മാത്രം കേരളത്തിന് പോകാൻ പറ്റില്ല. അത് ഞങ്ങൾക്ക് 10 കൊല്ലം മുമ്പേ മനസ്സിലായി. കോൺഗ്രസുകാർക്കത് മനസ്സിലായില്ല, UDFകാർക്കത് മനസ്സിലായില്ല, ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിന് മനസ്സിലാക്കേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് മനസ്സിലാക്കിയപ്പോഴാണ് ഞങ്ങൾ ഒരു ബദൽ കണ്ടെത്തിയത്. ആരാ, എന്താ ബദൽ? ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാ ബദൽ. ഇത് ഞങ്ങളുടെ ഒരു സ്വകാര്യമൊന്നുമല്ല. അതാണ് ഇവിടെ ആരോ പറഞ്ഞു, ഏതാ, കിഫ്ബി. കാരണം കേരളത്തിന്റെ കയ്യിൽ പണമില്ല, കേന്ദ്ര ഗവൺമെന്റ് തരികയില്ല. അപ്പൊ നമ്മൾ പുതിയ ഏജൻസിയെ കണ്ടുപിടിക്കാനല്ലേ വഴിയുള്ളൂ, ഭാവനാപൂർവം. അങ്ങനെ കണ്ടെത്തി, അതാണ് കിഫ്ബി. കിഫ്ബിയെ പറ്റി പറഞ്ഞപ്പോ പറഞ്ഞു UDFകാർ പറഞ്ഞു, ഇതേ VD സതീശൻ പറഞ്ഞു, അത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നം, നടക്കില്ല. നടക്കാതെ പരിപാടിയും പറഞ്ഞ് നടക്കുകയാണ് മാർക്സിസ്റ്റുകാർ, ഇടതുപക്ഷക്കാർ എന്ന് പറഞ്ഞില്ലേ. ഇപ്പൊ എന്താ പറയുന്ന, പറയട്ടെ, എന്നാലും ഈ പ്രചരണജാതി പറയട്ടെ. ഞാൻ VD സതീശനോട് ചോദിക്കുന്നു, കിഫ്ബി എന്ന് പറയുന്നത് മലപ്പൊടിക്കാരന്റെ സ്വപ്നമാണോ? ധൈര്യമുണ്ടോ പറയാൻ? മുണ്ടൂലാട്ടാ, കിഫ്ബി എന്ന് മുണ്ടൂല. കാരണം മുണ്ടിയ പിന്നെ പറയണം. ഇന്നിപ്പോഴ് ഈ കോഴിക്കോട് ജില്ലയിൽ വളരെ പ്രശസ്തമായ, രാജ്യത്തിന് മാതൃകയാവുന്ന ഒരു സ്ഥാപനത്തിന്റെ തറക്കല്ലിടലാണ്. ഏതാ സ്ഥാപനം? അവയവമാറ്റ ശസ്ത്രക്രിയ ഈ ഇന്ത്യയിൽ ആദ്യമായി കേരള ഗവൺമെന്റിന്റെ ഭാഗമായി നടക്കാൻ പോകുന്ന ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്. അതിന്റെ ആദ്യത്തെ കേന്ദ്രം കോഴിക്കോടാണ് എന്ന് കോഴിക്കോടുകാർക്ക് അഭിമാനിക്കാം. 600-700 കോടി വേണം. ഈ 600-700 കോടി ആരാ കൊടുക്കുക? കിഫ്ബി. നമുക്ക് നാഷണൽ ഹൈവേ വേണ്ടെന്ന് പറഞ്ഞതാണ്. വേണമെന്ന് നമ്മൾ പറഞ്ഞു. വേണമെന്ന് പറഞ്ഞപ്പോ കോൺഗ്രസ് ഇവിടെ നാഷണൽ ഹൈവേന്റെ അതോറിറ്റി പറഞ്ഞു, ഇന്ത്യയിൽ മറ്റെവിടെയും ഉള്ളതിനേക്കാളും കൂടുതൽ വില കേരളത്തിൽ ഭൂമിക്ക്. അതുകൊണ്ട് നിങ്ങൾക്ക് നാഷണൽ ഹൈവേ വേണമെങ്കിൽ ഭൂമിയുടെ വില തരണം. മറ്റു ഇന്ത്യൻ സംസ്ഥാനത്തോടും പറഞ്ഞിട്ടില്ല, നമ്മളോട് പറയുക. അവസാനം ഗത്യന്തരില്ലാതെ ഗവൺമെന്റ് വിട്ടുവീഴ്ച ചെയ്ത് പണം തരാം എന്ന് സമ്മതിച്ചു. മുഴുവനല്ല, അതിന്റെ ഒരു ഭാഗം. അവസാനം കിഫ്ബിയാണ് പണം കൊടുത്തത്. നമുക്ക് ഇവിടുന്ന് പണം കൊടുക്കാനുള്ളത് 5688 കോടി ഉറുപ്പിക കിഫ്ബി കൊടുത്തു. അതാ നാഷണൽ ഹൈവേ 66. ഇല്ലെങ്കിൽ നാഷണൽ ഹൈവേ 66 ഇല്ല. നീ ഇപ്പോ പോകുന്നത് നാഷണൽ ഹൈവേ 66 ഈ VD സതീശൻ. ഞങ്ങൾ കേരളത്തെ മടക്കിക്കൊണ്ടുവരും. എവിടെ മടക്കിക്കൊണ്ടു? 2016 മുമ്പിലേക്ക് മടക്കിക്കൊണ്ടുപോവോ? അങ്ങനെ വന്നാൽ പിന്നെ നാഷണൽ ഹൈവേ ഉണ്ടോ?